ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഇതുപോലൊരു അടിപൊളി സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സോസേജും പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സോസേജ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇതുപോലെ പൊട്ടറ്റോ എടുത്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ പൊട്ടറ്റോ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം മതിയാകും. അത് നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ സോസേജും ഇതുപോലെ അരിഞ്ഞെടുക്കാൻ ഒരു ശ്രമം നടത്തി, പക്ഷെ അത് ശരിയായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്തത്. കണ്ടോ, ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയുടെ അതേ രീതിയിൽ തന്നെ, അതേ വലിപ്പത്തിൽ തന്നെ പൊടി പൊടിയായിട്ട് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ, നീളത്തിലാണെങ്കിൽ അതേ രീതിയിൽ അരിഞ്ഞെടുക്കാൻ നോക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കണം. അപ്പം പൊട്ടറ്റോ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ കുറച്ചിങ്ങനെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്കതനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയാണ്. അപ്പോൾ നമുക്കിനി ക്രഷ്ഡ് ചില്ലി കുറച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും ഞാൻ വളരെ കുറച്ചാണ്, കാര്യം നല്ല എരിവുണ്ടായിരുന്നു നമ്മുടെ ക്രഷ് ചില്ലിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മൈദ ആട്ടോ. അപ്പോൾ മൈദ 1-2 ടേബിൾ സ്പൂൺ മൈദ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, 2 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പൊട്ടറ്റോയുടെയും ആ ഒരു സോസേജിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാധനം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൽ കൂടുതലും കുട്ടികൾക്കുള്ള സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ബട്ടർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു ബട്ടർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ, ബട്ടർ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഗീ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മിക്സ് നമ്മുടെ പാനിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ദോശ പോലെ പരത്തിയെടുക്കുകയല്ല ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മളുടെ ബേർഡ്സിൻ്റെയൊക്കെ നെസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ നടുക്കൊരു കുഴിവാക്കിയിട്ട് ബാക്കി ഭാഗത്ത് കുറച്ച് കട്ടിയായിട്ടുള്ള രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. അപ്പം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇവനെ ഒന്ന് മറിച്ചിടണം. അപ്പോൾ മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പൊട്ടിപ്പോവാതെ നോക്കണം. എന്നിട്ട് ഇത് മറിച്ചിടണം. നടുക്കത്തെ കുഴി അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ അത് നന്നായിട്ട് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുഴിയൊക്കെ അതുപോലെ വന്നിട്ടുണ്ട്. ഇനി 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്ത് വരണം. അപ്പം അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡും നന്നായിട്ട് ബേക്ക് ചെയ്ത് വരാനായിട്ട് നമുക്ക് ഈ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡും ഇപ്പോൾ ബേക്കായി. ഇനി നമ്മൾ തിരിച്ചിട്ടിട്ട് നമുക്കിനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എഗ്ഗാണ് കേട്ടോ. എഗ്ഗിൻ്റെ യെല്ലോ യോക്ക് മാത്രമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബുൾസൈയൊക്കെ ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ഒരു എഗ്ഗ് ഇതുപോലെ വെച്ച് കൊടുക്കാം.
കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇത് കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ തൂക്കി കൊടുക്കണം. കുറച്ച് മതി, ഒരുപാടാവണ്ട. അപ്പോൾ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ക്രഷ്ഡ് ചില്ലി ഒരല്പം നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് എരിയുള്ള ക്രഷ്ഡ് ചില്ലി ചേർക്കരുത്, വളരെ കുറച്ച് മതി, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് കഴിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് സോസൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മേൽഭാഗം അടിയിലെ ഭാഗത്തിൻ്റെ അത്രയും നമ്മൾ കുക്കായിട്ടില്ല. അപ്പോൾ അത് കുറച്ച് നേരം അടച്ചു വെച്ച് ഇതുപോലെ കുക്കായി കഴിയുമ്പോൾ നമ്മുടെ എഗ്ഗും കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു ബുൾസൈ എങ്ങനെയാണോ കുക്ക് ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ചെയ്ത് കൊടുക്കണം. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ ഇത് ഒരു സ്നാക്ക് ഈവനിങ്ങിലോ അല്ലെങ്കിൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലോ ഒക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.